ഹലോ ഫ്രണ്ട്സ്, ഈ ക്ലാസ്സിൽ NCUIനെ കുറിച്ചിട്ടാണ് പറയുന്നത്. NCUI എന്ന് പറഞ്ഞാൽ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. NCUI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി യൂണിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ലെവൽ ഓഫ് അപ്പെക്സ് ബോഡി ഇൻ ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് NCUI അറിയപ്പെടുന്നത്. ഇത് നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നും അറിയപ്പെടുന്നത്. NCUI നാഷണൽ ലെവൽ സ്പോക്സ്മാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. കോഓപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യണത് NCUIൻ്റെ ലീഡർഷിപ്പിലായിരിക്കും. NCUI റെക്കമെൻഡ് ചെയ്തത് ഗോർഹാൻ കമ്മിറ്റിയാണ്. NCUI റെക്കമെൻഡ് ചെയ്തത് ഗോർഹാൻ കമ്മിറ്റിയാണ്. ഇതിൻ്റെ സുപ്രീം മോട്ടോ എന്ന് പറയുന്നത് ടു മേക്ക് ദ വോയിസ് ഓഫ് കോഓപ്പറേഷൻ ആസ് സ്ട്രോങ് എവർ. ടു മേക്ക് ദ വോയിസ് ഓഫ് കോഓപ്പറേഷൻ ആസ് സ്ട്രോങ് എവർ ആണ് ഇതിൻ്റെ സുപ്രീം മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പബ്ലിക്കേഷൻസാണ്. NCUIൻ്റെ പബ്ലിക്കേഷനാണ് ദ കോഓപ്പറേറ്റർ, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ, കോഓപ്പറേറ്റീവ് ന്യൂസ്, കോഓപ്പറേറ്റീവ് ഹോറിസൺ. ദ കോഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് മന്ത്ലി പബ്ലിക്കേഷനാണ്. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് റിവ്യൂ ആണ് ക്വാർട്ടർലി പബ്ലിക്കേഷൻ. മറ്റ് രണ്ട് പബ്ലിക്കേഷൻസാണ് കോഓപ്പറേറ്റീവ് ന്യൂസും കോഓപ്പറേറ്റീവ് ഹോറിസണും. ഇനി മെമ്പേഴ്സ് ഓഫ് NCUI ആണ്. ആരൊക്കെയാണ് NCUIൻ്റെ മെമ്പേഴ്സ് എന്നാണ്. ഓൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻസ്. ഇതിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് നാഷണൽ ലെവൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻസ്. NCUI 1929 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് NCUIൻ്റെ നെയിമാണ് ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ എന്നാണ് നെയിം ഉണ്ടായിരുന്നത്. അത് 1959 ഓൾ ഇന്ത്യ കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നാക്കി ചേഞ്ച് ചെയ്തു. എന്നിട്ട് 1961 ഇപ്പോഴത്തെ നെയിമായ നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് വന്നിരിക്കുന്നത്. NCUIൻ്റെ പ്രീവിയസ് നെയിം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് യൂണിയൻ എന്നാണ് അതിന് ആൻസർ വരിക. ഇനി NCUI ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് എക്സ്പാൻഡ് NCUI. എക്സ്പാൻഡ് NCUI, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യനാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCUI. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCUI. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCUI ആണ് ന്യൂഡൽഹി. ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ദ ഇയർ ഇൻ വിച്ച് NCUI എസ്റ്റാബ്ലിഷ്ഡ്. ദ ഇയർ ഇൻ വിച്ച് NCUI എസ്റ്റാബ്ലിഷ്ഡ്. അതിൻ്റെ ആൻസറാണ് 1929. 1929. അടുത്താണ് ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി ഇൻ ദ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതിൻ്റെ ആൻസറാണ് NCUI. NCUI. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ത്രീ ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ദ സർക്കിൾ വിത്ത് ദ മെസ്സേജ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ്. ത്രീ ഹോൾഡിംഗ് ഹാൻഡ്സ് ഇൻ ദ സർക്കിൾ വിത്ത് ദ മെസ്സേജ് പീസ്, പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ്. അതിൻ്റെ ആൻസറാണ് NCUI. NCUI. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് NCUI. ഹൂ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് NCUI. ആൻസറാണ് ലാലുഭായ് സമൽദാസ്. ആൻസറാണ് ലാലുഭായ് സമൽദാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NCUI. ഫസ്റ്റ് സെക്രട്ടറി ഓഫ് NCUI. ആൻസറാണ് പ്രൊഫസർ KL കാജി. പ്രൊഫസർ KL കാജി. അടുത്താണ് ഗവേണിംഗ് കൗൺസിൽ ഓഫ് NCUI. ഗവേണിംഗ് കൗൺസിൽ ഓഫ് NCUI 15. എത്ര മെമ്പേഴ്സാണ്? 15 മെമ്പേഴ്സാണ്. അടുത്ത ക്വസ്റ്റ്യനാണ് കോഓപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. കോഓപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. ആൻസറാണ് NCUI. NCUI. അടുത്ത ക്വസ്റ്റ്യനാണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ദ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ദ ഒഫീഷ്യൽ സ്പോക്സ്മാൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ കൺട്രി. ആൻസറാണ് NCUI. ആൻസറാണ് NCUI. അടുത്ത ക്വസ്റ്റ്യനാണ് മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് NCUI. മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് NCUI. ആൻസറാണ് ദ കോപ്പറേറ്റർ.
അടുത്ത ക്വസ്റ്റ്യനാണ് ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഓഫ് NCUI. ക്വാർട്ടർലി പബ്ലിക്കേഷൻ ഓഫ് NCUI. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ. ഇത് കൂടാണ്ടുള്ള 2 പബ്ലിക്കേഷനും കൂടി ഉണ്ട്. അതാണ് കോപ്പറേറ്റീവ് ന്യൂസും കോപ്പറേറ്റീവ് ഹോറിസണും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത് കുറച്ച് NCUൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.